വോട്ട് കഴിഞ്ഞതിന്റെ ഭാഗമായുള്ള വർത്തമാനങ്ങൾ പരസ്പരം പറയാനുമൊക്കെ കുറെ ആളുകള് പാർട്ടി സഖാക്കള് ഒത്തുകൂടുന്നു. സ്വാഭാവികമല്ലേ, അത് എല്ലാ സ്ഥലത്തും നടക്കുന്നതല്ലേ. അവരെയാണ് കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നത്. ആക്രമിക്കാനല്ല, നിഷ്ഠുരമായി കൊലപ്പെടുത്താൻ. ഇതാണ് കോൺഗ്രസ്. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കുന്നില്ല. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അതെവിടെയെത്തുന്നു? നാടിനോടുള്ള വിരോധമായി മാറുന്നു. നമ്മുടെ നാട്ടിൽ വിവിധ പ്രതിഷേധങ്ങൾ വരികയാണ്. ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ്. രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിൽ കൊടുവാട്, ബോംബുകളുമെല്ലാം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത് രഹസ്യമായല്ല. തൂക്കിപ്പിടിച്ച ബാഗ് കയ്യിൽ, ആ ബാഗിൽ ബോംബ്, കാൺകപ്പുറത്ത് തന്നെ കൊടുവാട് അതിനകത്ത്. ആ സംഘത്തിന്റെ മുന്നിലോ പിന്നിലോ ആയി പോലീസ്. ഇവരാരെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്, അയാളെ ആക്രമിക്കാൻ ചെല്ലുമ്പോ അയാളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടാകരുത്. അത് ഉറപ്പുവരുത്താനാ പോലീസ്. അത്ര നികൃഷ്ടമായ രീതിയിൽ പോലീസിനെ ഉപയോഗിക്കുകയായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒന്നിന്റെയും ഉദാഹരണത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. എന്തെല്ലാം സംഭവങ്ങൾ. ഇതായിരുന്നു കോൺഗ്രസ് രീതി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി അങ്ങ് തറന്നു പോവുകയല്ല ചെയ്തത്. 82 മുതൽ 87 വരെ അധികാരത്തിലിരുന്ന UDF ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ജനങ്ങൾ വാശിയോടെ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. അന്ന് വളരെ വിപുലമായ മുന്നണിയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ജനങ്ങൾ വലിയ തോതിൽ പാർട്ടിയോടൊപ്പം അണിചേരുന്നത് കാണാൻ കഴിഞ്ഞു. അതിനോടുള്ള അസഹിഷ്ണുതയാണ് ഇവിടുത്തെ ഗുണ്ടാപ്പട തീർത്തത്. ഈ ഗുണ്ടാപ്പട നേരത്തെ സ്വാഗതപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേകമായി തീറ്റിപ്പോറ്റിയ ഒരു വിഭാഗമായിരുന്നു. ചില കുപ്രസിദ്ധരായ ഗുണ്ടകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങളിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരുന്നു. യഥാർത്ഥ ഒരു തെമ്മാടിക്കൂട്ടം. അതായിരുന്നു അവസ്ഥ. യഥാർത്ഥത്തിൽ അവർ സാമൂഹ്യ വിരുദ്ധരായിരുന്നു. ആ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം കൊണ്ട് വല്ലാതെ ശ്വാസം മുട്ടിയവരായിരുന്നു ഈ ചീമേനിയിലെ സാധാരണക്കാർ, കച്ചവടക്കാർ, വിവിധ രംഗത്തുള്ളവർ. ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരു പാർട്ടിയുടെ ഭാഗമായി ഒരു തെമ്മാടിക്കൂട്ടം ഉണ്ടാകുമ്പോ ആ തെമ്മാടിക്കൂട്ടത്തെ കയറൂരി വിടുകയല്ല, ആ തെമ്മാടിക്കൂട്ടത്തെ തങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുകയാണ് ഏതൊരു പാർട്ടിയും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കോൺഗ്രസിന് അവരോട് വലിയ ഹരമായിരുന്നു. അതിന്റെ ഭാഗമായി അവർക്ക് എന്തുമാകാമായിരുന്നു. ഒരു പ്രത്യേക സംഭവം ഇല്ലാലോ. വോട്ട് കഴിഞ്ഞു,
അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വോട്ട് കഴിഞ്ഞതിന്റെ ഭാഗമായുള്ള വർത്തമാനങ്ങൾ പരസ്പരം പറയാനുമൊക്കെ കുറെ ആളുകൾ, പാർട്ടി സഖാക്കള് ഒത്തുകൂടുന്നു. സ്വാഭാവികമല്ലേ, അത് എല്ലാ സ്ഥലത്തും നടക്കുന്നതല്ലേ. അവരെയാണ് കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നത്. ആക്രമിക്കാനല്ല, നിഷ്ഠുരമായി കൊലപ്പെടുത്താൻ. ഇതാണ് കോൺഗ്രസ്. എന്നിട്ടോ സമാധാനവാദികൾ കോൺഗ്രസ്സുകാര്, അക്രമം കാണിക്കുന്നവര് കമ്മ്യൂണിസ്റ്റുകാര്. ഇതല്ലേ ചിത്രീകരണം? എത്രയെത്ര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും നേതാക്കളുമാണ് ഈ കോൺഗ്രസിന്റെ അക്രമത്തിന്റെ ഭാഗമായി ജീവൻ വെടിയേണ്ടി വന്നത്. ഇവിടെ 5 സഖാക്കൾ പൈശാചികമായല്ലേ അവരെ കൊലപ്പെടുത്തിയത്? തീവെച്ച് ചുട്ടുകൊല്ലുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചാടുമ്പോ അവിടെ വെട്ടിക്കൊല്ലുക, അങ്ങനെ വീണവരെ വീണ്ടും തീയിട്ട് കൊല്ലുക. ഇതൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? അതാണ് കോൺഗ്രസ്. അത്രമാത്രം ക്രൗര്യം നിറഞ്ഞൊരു മനസ്സിന്റെ ഉടമകൾ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല. എന്താണ് പിന്നെ സംഭവിച്ചത്? ആ സംഭവിച്ചതിന് തെളിവാണ് ഇന്നത്തെ ചീമേനി. കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയ ആ പ്രവർത്തനങ്ങള് സ്വയം ഉന്മൂലനത്തിലേക്ക് എത്തിച്ചു. അതല്ലേ വസ്തുത? അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് കോൺഗ്രസ് എന്ന് നാം കാണണം. ഈയൊരു കൂട്ടർ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കുന്നില്ല. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അതെവിടെയെത്തുന്നു? നാടിനോടുള്ള വിരോധമായി മാറുന്നു. ഇപ്പൊ നമ്മുടെ നാട് നേരത്തെ ഉള്ളതിൽ നിന്നെല്ലാം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചല്ലോ. 2016 നിന്നുള്ള അവസ്ഥ എടുത്താൽ നമ്മുടെ നാട്ടില് ഒരു തരത്തിലും പുതുതായി ഒരു കാര്യവും നടക്കില്ല എന്ന നിലപാടിലായിരുന്നു ജനങ്ങളാകെ. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നാഷണൽ ഹൈവേ. ഒരു പ്രവർത്തനവും നടക്കില്ല, ഇവിടെയൊന്നും നടക്കില്ല എന്ന് ജനങ്ങൾ. ഇപ്പൊ നമ്മൾ കാണുകയല്ലേ നാഷണൽ ഹൈവേ നല്ല രീതിയിൽ പണി നടക്കുന്നത്. ഈ വരുന്ന ഡിസംബർ, ഈ വരുന്ന മാർച്ച്, അത് കഴിഞ്ഞ് സെപ്റ്റംബർ, അത് കഴിഞ്ഞ് ഡിസംബർ, വിവിധ ഘട്ടങ്ങൾ വർക്കുകളുടെ പൂർണ്ണത വരുന്നത് കണക്കാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതിവേഗതയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നടക്കില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ, ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി, ഗ്യാസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളകളിലും ഗ്യാസ് എത്തിയിരിക്കുകയാണ്, ഫാക്ടറികളിലും ഗ്യാസ് എത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടുതൽ വളർച്ച വരാൻ പോവുകയാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ തമിഴ്നാട്ടിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ ഹൈവേ ആയിരുന്നു.
മുടങ്ങിപ്പോയതാണ്. ഇപ്പൊ അത് പൂർത്തിയായി. ഇതെല്ലാം LDF ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലുള്ളത് കൊണ്ടാണല്ലോ നടന്നത്. അല്ലെങ്കിൽ നടക്കുമായിരുന്നു. LDF നാടിനു വേണ്ടി നിലകൊള്ളുന്നൊരു മുന്നണിയായതുകൊണ്ട്, നാടിനോട് പ്രതിബദ്ധതയുള്ളൊരു മുന്നണിയായതുകൊണ്ട് നാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമുക്ക് വലിയൊരു കുറവുണ്ടായിരുന്നത് സാമ്പത്തിക രംഗത്താണ്. നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല. ആവശ്യങ്ങൾ നിരവധിയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം ബജറ്റ് വഴി കണ്ടെത്താനാകില്ല. അവിടെയാണ് നാം പുതിയ മാർഗം തേടിയത്. അതാണ് കിഫ്ബി. 50,000 കോടി രൂപയുടെ പ്രവർത്തികൾ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു കിഫ്ബി വരുമ്പോൾ കണക്കാക്കിയത്. പക്ഷേ 2021 5 വർഷം പൂർത്തിയായപ്പോ 50 അല്ല 62,000 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. ഇപ്പൊ പിന്നീടും 3.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്ത് 90,000 കോടി രൂപയാണ്. നമ്മുടെ ഈ കേരളത്തിൽ 90,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്റ്റേജിലാണത്. ചിലത് പൂർണ്ണമായി പൂർത്തിയായി, ചിലത് നല്ല പുരോഗതിയിലാണ്, ചിലത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിന്റെ മാറ്റം എവിടെയും പ്രകടമാണ്. ഇത് LDF സർക്കാർ അല്ലെങ്കിൽ നടക്കുമായിരുന്നോ? എന്നാൽ കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നു. ആ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടിക്കെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസ് ഇല്ല. നാടിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോടൊരു പ്രത്യേക പകപോക്കൽ നയം സ്വീകരിക്കുകയാണ്. 2016 ശേഷം ഒരുപാട് ദുരന്തങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയമടക്കം ഒന്നിനും സഹായമില്ല. സഹായം തരാൻ തയ്യാറായവരെ അടക്കം മുടക്കിക്കളഞ്ഞു. ഒരു പ്രത്യേക പകപോക്കൽ. ഇപ്പോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചതാണ്. ലോകവും ശ്രദ്ധിച്ചു. മഹാദുരന്തങ്ങളിൽ ഒന്ന്. പ്രധാനമന്ത്രി ഇവിടെ പറന്നെത്തി. സ്വാഭാവികമായും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന നടക്കട്ടെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ പരിശോധന കഴിഞ്ഞു. നിവേദനം ഇവിടെ വന്നപ്പോൾ തന്നെ കൊടുത്തു. മറന്നു പോകാതിരിക്കാൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും നിവേദനം കൊടുത്തു. മാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞുപോയി. സഹായമില്ല. ഇത്തവണ മറ്റൊരു പ്രത്യേകതയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും BJP MP ഒഴികെ ഒന്നിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, സഹായം വേണം, നിങ്ങൾ സഹായിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ് നിവേദനം കൊടുത്തത്. മറുപടി പച്ചക്കള്ളം. എന്താണ് നടക്കുന്നത്?
ഒരു സംസ്ഥാനത്തെ ഇത്രമാത്രം ശത്രുതയോടെ കാണാൻ പാടുണ്ടോ? PDNA ദുരന്തത്തിന് ശേഷമുള്ള കണക്കുകൾ തയ്യാറാക്കല് കൃത്യമായി കേരളം ചെയ്തില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി കണ്ടെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ദുരന്തം നടന്നാൽ ആദ്യത്തെ ഘട്ടം രക്ഷാപ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുക. ആ രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ദുരന്തബാധിത പ്രദേശങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ എത്ര എന്നൊക്കെ കണക്കാക്കുന്നത്. ആ കണക്കാക്കുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേരളം കണക്ക് തയ്യാറാക്കിയത്. ആ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളടക്കം മാതൃകയായി എടുക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി. എന്നിട്ടും കേരളത്തെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത്. ഒരു ചില്ലിക്കാശ് കേരളത്തിന് തരുന്നില്ല. എന്താണിത്? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഇവിടെ ഹിമാചൽ പ്രദേശിൽ ദുരന്തമുണ്ടായി, ത്രിപുരയിൽ ദുരന്തമുണ്ടായി, ആസാമിൽ ദുരന്തമുണ്ടായി, ഗുജറാത്തിൽ ദുരന്തമുണ്ടായി, തെലങ്കാനയിൽ ദുരന്തമുണ്ടായി, ആന്ധ്രാപ്രദേശിൽ ദുരന്തമുണ്ടായി, ഒട്ടേറെ സംസ്ഥാനങ്ങൾ ദുരന്തമുണ്ടായി. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സഹായം നൽകി. PDNA കിട്ടിയിട്ടല്ല. ദുരന്തമുണ്ടായ ഉടനെ തന്നെ സഹായം ഇത്രയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എന്തേ നമുക്ക് മാത്രം ഭ്രഷ്ട്? കേരളം ഇന്ത്യയിലല്ലേ? കേരളീയർ ഇന്ത്യക്കാരല്ലേ? ഈ രാജ്യത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി നടത്തുന്ന ഒരു സംസ്ഥാനമാണോ കേരളം? എന്താണ് ഈ നാടിനെ ഈ രീതിയിൽ കാണുന്നതും പകപോക്കൽ സമീപനം സ്വീകരിക്കുന്നതും? രാജ്യത്തിന്റെ ഏത് കാര്യമെടുത്താലും മാതൃകാപരമായ സംസ്ഥാനമാണ് കേരളം. ആ മാതൃക എല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. BJPക്ക് അംഗീകരിക്കാനാകുന്നില്ല. കാരണം BJPയെ കേരളം അംഗീകരിച്ചിട്ടില്ല. അതിനുള്ള പക അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ. ചിലതിൽ BJP അധികാരത്തിലാണ്, ചിലതിൽ BJP പ്രതിപക്ഷത്താണ്. അധികാരത്തിലിരിക്കുന്ന BJPയും പ്രതിപക്ഷത്തിരിക്കുന്ന BJPയും എല്ലാം ആ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് സഹായം വേണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ BJPക്ക് മാത്രം അത്തരമൊരു മനോഭാവമില്ല. അവര് തൊലയട്ടെ, നാട് തൊലയട്ടെ, ജനങ്ങൾ തൊലയട്ടെ. കേന്ദ്ര ഗവൺമെന്റ് സമീപനം ഇത്. അതേ സമീപനം ഇവിടുത്തെ BJPക്കും. ഒരു കാര്യമേ പറയാനുള്ളൂ. അപ്പൊ ചിലര് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെയെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ വീണ്ടും നിങ്ങൾ സമീപിക്കുമോ? കേന്ദ്രത്തെ വീണ്ടും സമീപിക്കുമോ? പറഞ്ഞ മറുപടി സമീപിക്കാതെ പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാനമല്ലേ, സംസ്ഥാന ഗവൺമെന്റ് അല്ലേ, സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കില്ലേ? മുട്ടാപ്പോക്ക് നയം സ്വീകരിച്ചു എന്ന് വെച്ച് ഇനി മിണ്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്തിന് സ്വീകരിക്കാൻ പറ്റുമോ? പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കണ്ടേ? അത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതും വീണ്ടും ഉന്നയിക്കും. പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അതും അവതരിപ്പിക്കും. എന്നാൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരികയാണ്. എല്ലാ MP മാരും കൂടി, BJP MP ഒഴികെ, പാർലമെന്റിൽ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ വിവിധ പ്രതിഷേധങ്ങൾ വരികയാണ്. ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനാവില്ല എന്ന്
കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ചീമേനി രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ നമുക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ചീമേനി രക്തസാക്ഷികളുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.